എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ്. ഞാൻ KSBയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ 110 kV സബ്സ്റ്റേഷൻ കൂത്താട്ടോളം സബ്സ്റ്റേഷനിലെ സ്റ്റേഷൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു സബ്സ്റ്റേഷനിലെ സ്റ്റേഷൻ എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്താണെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഒരു സബ്സ്റ്റേഷനിലുള്ള എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സബ്സ്റ്റേഷനിലെ 220 kV സബ്സ്റ്റേഷനിലാണെങ്കിൽ അവിടുത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവറാണ്. അവിടെ ഓപ്പറേഷന് വേണ്ടി മിക്കവാറും 4 പെർമനൻ്റ് ഏജിമാരുണ്ടാവും. 110 kV സബ്സ്റ്റേഷൻ 66 kV സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേഷനറി മാത്രമാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ബിടെക് ബിരുദധാരികളാണ് നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേറ്ററായിരിക്കുന്നത്. അതിൻ്റെ ഷിഫ്റ്റ് അസിസ്റ്റൻ്റായിട്ട് IT യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒരു 110 kV സബ്സ്റ്റേഷൻ ബേസ് ചെയ്ത്, അതായത് വരുന്ന ഒരു 2 ഇൻകമിങ് ഫീഡറും 2 ഔട്ട് ഗോയിങ് ഫീഡറും ഒരു 12.5 വലിയ ട്രാൻസ്ഫോമറും വരുന്ന ഒരു സബ്സ്റ്റേഷൻ്റെ ഏകദേശം സ്ട്രക്ചറാണ് ബേസായിട്ട് എടുത്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്റ്റേഷനുകളിലെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ലിലോ അറേഞ്ച്മെൻ്റാണ്. ലിലോ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ഇൻ ലൈൻ ഔട്ട്, ലൈൻ വരുന്ന ലൈനുണ്ട്, ലൈൻ ഔട്ട് പോകുന്ന ലൈനുണ്ട്. അപ്പോൾ അപ്പുറത്തെ സോഴ്സ് ഉണ്ടെങ്കിൽ ഔട്ടായിട്ടുള്ള ലൈനിൽ നമുക്ക് പുറത്തോട്ട് പോകുന്ന ലൈനിൽ നിന്ന് നമുക്ക് ഇൻകമിങ് ഫീഡറായിട്ട് അത് ഉപയോഗിക്കാം. അതായത് വേറെ സോഴ്സിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഒരു ലൈൻ വരികയാണെങ്കിൽ 110 kV ഫീഡറിൻ്റെ ലൈൻ വരുന്ന ആദ്യത്തെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് LA ആണ്. LA എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് അറസ്റ്റ്. നിങ്ങൾക്കറിയാം, ലൈറ്റിംഗ് അറസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷനിൽ നിന്ന് ലൈനിങ് എക്യുപ്മെൻറ്റ്സിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ലൈറ്റിംഗ് അറസ്റ്റ്. അപ്പോൾ ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ലൈൻ ഇറങ്ങി വരുന്നു. അതിൻ്റെ താഴെ സൈഡ് എർത്ത് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ആ കൗണ്ടറും എർത്ത് ചെയ്തിട്ടുണ്ടാവും. അതാണ് ലൈറ്റിംഗ് അറസ്റ്റ്. അപ്പോൾ ഈ ലൈറ്റിംഗ് അറസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എക്യുപ്മെൻറ്റ് PT ആണ്, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. അതായത് നമുക്കറിയാം, നമുക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വലിയ വോൾട്ടേജാണ്. 220 അല്ലെങ്കിൽ 110 kV വോൾട്ടേജുകളാണ് വരുന്നത്. അപ്പോൾ ആ വോൾട്ടേജിൽ ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ AC വോൾട്ടേജിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ 2 കോറുകളുണ്ടാവും. ഒരെണ്ണം ഒരു പ്രൊട്ടക്ഷൻ കോറും ഒരെണ്ണം മെഷറിങ് കോറും. അതായത് വോൾട്ടേജ് മെഷർ ചെയ്യാനും മറ്റേത് പ്രൊട്ടക്ഷൻ. നമുക്ക് മെയിനായിട്ട് ലൈനിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷനാണ്. ആ ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷന് വേണ്ടി ഈ വോൾട്ടേജിൻ്റെ വാല്യൂ ആവശ്യമുള്ളതുകൊണ്ട് അത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് വരുന്ന എക്യുപ്മെൻറ്റ് ലൈൻ ഐസൊലേറ്ററാണ്. ലൈൻ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലൈൻ ഐസൊലേറ്റർ 2 തരം ഐസൊലേറ്റർ ഉണ്ട്. ബസ് ഐസൊലേറ്ററും ഉണ്ട്, ലൈൻ ഐസൊലേറ്ററും ഉണ്ട്. അപ്പോൾ ലൈൻ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ അതിലൊരു എർത്ത് സ്വിച്ചും കൂടെ ഉണ്ടാകും. അതായത് നമ്മുടെ ലൈൻ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം ബോക്സും ആ എർത്ത് സ്വിച്ചും കൂടെ കൂടിയിട്ടുള്ളതാണ് ലൈൻ ഐസൊലേറ്റർ. ബസ് ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ബസ്സിൽ വരുന്നതാണ്. ആ ബസ് ഐസൊലേറ്ററിൽ ഈ എർത്ത് സ്വിച്ച് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഇതാണ് വരുന്നത്. ഐസൊലേറ്റർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന CT ആണ്. CT എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ. അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കറണ്ട് മെഷർ ചെയ്യുന്നത്, ഒരു വലിയ വോൾട്ടേജിലുള്ള കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ കറണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ CT ഉപയോഗിക്കുന്നത്. അപ്പോൾ CT കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ CB ആണ്, സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കർ അറിയാം, നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യാൻ, ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഫോൾട്ട് ഉണ്ടായാലോ എമർജൻസി ആയിട്ടത് ഓഫ് ചെയ്യേണ്ടി വന്നാലോ നമ്മുടെ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഐസൊലേറ്ററും ഉണ്ട്, സർക്യൂട്ട് ബ്രേക്കറും ഉണ്ട്. സർക്യൂട്ട് ബ്രേക്കറും ഐസൊലേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലൈൻ ഐസൊലേറ്റർ നമുക്ക് എപ്പോഴും ഇതിൽ ഒരു ലോഡ് ഉള്ളപ്പോൾ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഭയങ്കര ലോഡ് കിടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആർക്ക് ചെയ്യാനും അതിനനുസരിച്ച് സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും അതിലൊരു റിസ്ക് ഉണ്ട്. പക്ഷേ CB എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കറിന് നമുക്ക് എത്ര ലോഡ് കിടന്നാലും അത് പിടിച്ച് ഓഫ് ചെയ്യാം. അതായത് ലോഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സർക്യൂട്ട് ബ്രേക്കർ. പിന്നെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഉള്ളിലുള്ള മെക്കാനിസം, അതായത് അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് വിട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ല, നമുക്കതിൻ്റെ ഇൻഡിക്കേഷൻസ് വെച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഐസൊലേറ്റർ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ സപ്ലൈ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിസിബിളി കാണാൻ പറ്റും, അതായത് ഫിസിക്കലായിട്ടത് കാണാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു സർക്യൂട്ട് ബ്രേക്കറും ഐസൊലേറ്ററും തമ്മിൽ വ്യത്യാസം. ഒന്ന് ലോഡിൽ ചാർജ് ചെയ്യാം, ലോഡിൽ വർക്ക് ചെയ്യിക്കാം ബ്രേക്കർ. ഐസൊലേറ്ററിന് അത് പറ്റില്ല. ഐസൊലേറ്ററിന് പക്ഷേ വിസിബിളി നമുക്കിത് ഐസൊലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും, പക്ഷേ സർക്യൂട്ട് ബ്രേക്കറിൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് വരുന്നതാണ് ബസ് ഐസൊലേറ്റർ. ബസ് ഐസൊലേറ്റർ ഞാൻ ആദ്യമേ പറഞ്ഞു. ബസ് ഐസൊലേറ്ററിൽ
അത് നമുക്ക് ഒരു എർത്ത് സ്വിച്ച് ഉണ്ടാവില്ല. ബസ് ഒരിക്കലും നമുക്ക് എർത്ത് ചെയ്തിട്ട് അങ്ങനെ ഇതില്ല. ആ എർത്ത് സ്വിച്ച് അതിൽ വരുന്നില്ല ബസ് ഐസൊലേറ്ററിൽ. അങ്ങനെ എർത്ത് ചെയ്തിട്ട് വന്നാൽ നമ്മൾ എക്സ്റ്റേണലി ഒരു എർത്ത് റോഡോ എന്തെങ്കിലും വെച്ചിട്ടാണ് അത് എർത്ത് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ ഐസൊലേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കയറുന്ന ഒരു 110 kV ബസ്സിലേക്കായിരിക്കും. ഈ ബസ്സാണ് ഇങ്ങനെ ആ ബസ്സിൽ നിന്നാണ് പിന്നെ ഓരോ ഫീഡറുകളും എടുക്കുന്നത്. ഔട്ട് ഗോയിങ് പോകുന്ന ഫീഡറുകളും എല്ലാം ഈ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ വരുന്ന ഇൻകമിങ് ഫീഡറുകളും ഇനി ട്രാൻസ്ഫോമറും എല്ലാം നമ്മൾ എടുക്കുന്നത് ഈ ഒരു ബസ്സിൽ നിന്നാണ്. അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇനി ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഒരു 12.5 ട്രാൻസ്ഫോമറിലേക്ക് പോയാൽ ആദ്യം ഒരു ബസ് ഐസൊലേറ്റർ ഉണ്ടാവും. അത് ഐസൊലേറ്റ് ചെയ്യാനുള്ള ബേ ഫുള്ളായിട്ട് ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു ബസ് ഐസൊലേറ്റർ ഉണ്ടാവും. ഈ ബസ് ഐസൊലേറ്റർ കഴിഞ്ഞ് ഒരു ബ്രേക്കർ ഉണ്ടാവും. ആദ്യമേ പറഞ്ഞ ബ്രേക്കർ കഴിഞ്ഞാൽ CT ഉണ്ടാവും, കറണ്ട് മെഷർ ചെയ്യുന്ന ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പ്രൈമറി സൈഡിലെ കറണ്ട് മെഷർ ചെയ്യുന്ന CT ഉണ്ടാവും. അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ CTകൾക്ക് CTകൾക്ക് വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. CTയിൽ ഒരു സെക്കൻഡറി സൈഡിൽ 4 കോർ ഉണ്ടാവും. ആ കോറിൽ ഒരെണ്ണം ഒരു മെഷറിംഗ് കോറാണ്. പിന്നെ വരുന്നത് ബാക്കറ്റ് പ്രൊട്ടക്ഷനാണ്. ബാക്കറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് ഫോൾട്ട് ഓവർക്കറിൻ്റെ പ്രൊട്ടക്ഷൻ. പിന്നീട് വരുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൈനിലാണെങ്കിൽ ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ്. അങ്ങനെ 2 കോറുകളുണ്ടാകും. 4 കോറുകളാണ് മിക്കവാറും ഒരു CT വരിക. അപ്പോൾ ട്രാൻസ്ഫോമർ ബേയിലേക്ക് വരുവാണെങ്കിൽ CT കഴിഞ്ഞാൽ പിന്നെ അതിന് LA ഉണ്ടാവും. ലൈറ്റിംഗ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന പ്രൈമറി സൈഡിൽ LA ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ ചെല്ലുന്നു. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിലേക്ക് പോകുന്നു. ആ സെക്കൻഡറി സൈഡിലും 11 kV 110/11 kV ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. സെക്കൻഡറി സൈഡിലും LA ഉണ്ടാവും. അതിൽ തന്നെ ഈ പ്രൈമറി സൈഡിൽ തന്നെ ന്യൂട്രൽ CT ഉണ്ടാവും. സെക്കൻഡറി സൈഡിലും ന്യൂട്രൽ CT ഉണ്ടാകും. അതായത് RF പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ NCT മെയിനായിട്ട് വെക്കുന്നത്. അപ്പോൾ